ഹായ് ഹലോ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. അപ്പോൾ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ചാൽ വീഡിയോ കണ്ടു നോക്കിയാലോ, പിന്നെ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കണം കേട്ടോ. പിന്നെ നല്ല വീഡിയോയാണ്. പിന്നെ ഇതിപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ എൻ്റെ മാപ്പിളയും മക്കളൊക്കെ പറയും കേട്ടോ, ഓ ഇതിപ്പോൾ എന്താ ഇതിപ്പോൾ എപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ. പക്ഷെ ഇപ്പോൾ സത്യം പറയുകയാണെങ്കിൽ ഞാൻ വ്ളോഗ് ചെയ്യാൻ എങ്ങനെയാണ് പഠിച്ചതെന്ന് വെച്ചാൽ എപ്പോഴാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ആദ്യമൊന്നും എനിക്കങ്ങനെ വീഡിയോ എടുക്കലൊന്നും അറിയില്ലായിരുന്നു കേട്ടോ. പിന്നെ ഇങ്ങനെ പോണത് ഞാൻ തന്നെയാണ്. വല്യമാരെ നടക്കുമ്പോൾ നടക്കണം എന്താ അറിയുമോ, ഇതൊരു ഇറക്കക്കുത്തിനുള്ളൊരു വഴിയാണ് കേട്ടോ. പിന്നെ നമുക്ക് പരിചയമില്ലാത്ത വഴിയും കൂടി ആകുമ്പോൾ നമുക്ക് നടക്കാനൊന്നും ഒട്ടും അറിയില്ല കേട്ടോ. അങ്ങനെ എന്തായാലും എൻ്റെ മൂത്ത മോനാണ്, ഓൻ ഇനിയും കൊണ്ട് അങ്ങനെ പോകുക കേട്ടോ. പക്ഷേ ഇവർ ഇത് പുഴയ്ക്കാണ് പോണതെന്ന് പിന്നെ ഈ കുറച്ച് മുന്നേ ആയിട്ട് നമ്മളോട് പറയുന്നത്. പക്ഷേ ഓരൊക്കെ പ്ലാനാക്കിയിട്ടാണ് വന്നിരിക്കുന്നത്. രണ്ട് അനിയന്മാരും ഓരോ വൈഫൊക്കെ ഓരോക്കെ അറിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളിത് വന്ന് എടുക്കാൻ ചാദ്യം കുടിയിരിക്കലിന് വന്നതാണ്. അവിടെ നിന്ന് അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളൊരു 4:30 കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത് കേട്ടോ. അപ്പോൾ അവർ തോർത്തുണ്ടോ അതും ഇതൊക്കെ എടുത്തേക്കണം കേട്ടോ, ട്രൗസർ എടുത്തേക്കണം, അങ്ങനത്തൊക്കെ എടുത്തിട്ടാണ് അവർ പോകുന്നത് കേട്ടോ. അപ്പോൾ വന്നേക്കന്നെ ഞങ്ങളിങ്ങനെ വെള്ളം നോക്കുമ്പോൾ അതേ അടുക്കളയിൽ നീർക്കോലി കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ് ഇങ്ങനത്തേനൊക്കെ കാണുന്നത് കേട്ടോ. അപ്പോൾ ഇതേ മക്കൾ കണ്ടോ, വെള്ളം കണ്ടപ്പോഴത്തേന് എല്ലാവരും ഇതിലേക്ക് ഇറങ്ങാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇങ്ങനെ വരുന്ന വഴിയിൽ നിന്ന് തന്നെ കണ്ടപ്പോൾ ഞാൻ ശയ്യ ഇതിൽ വെള്ളമൊന്നും ഇല്ല എന്നിട്ടോ, കാരണം ഫുള്ള് കല്ലല്ലേ കാണുന്നത്. അതൊക്കെ ചാടി കിടന്ന് വന്നപ്പോഴല്ലേ ഇങ്ങനെ ഒന്ന് കാണുന്നത്. ഇതിലേണ് തിരിഞ്ഞ് പോണത് എന്ന് അറിയണില്ലല്ലോ. ഞാനാണിത് ഫസ്റ്റ് ടൈമാണിത് കാണുന്നത് കേട്ടോ. പക്ഷേ എന്താണ്, നമ്മൾ കല്യാണം കഴിഞ്ഞ് എത്രയോ ആയി, എന്നിട്ടും ഇത് ഇങ്ങനെ ഒരു പുഴയുള്ളത്, ഇവിടെ അടുത്തുള്ള പുഴയാണെന്നുള്ളത് നമുക്ക് ഇത് ആദ്യമായിട്ടാട്ടെ, ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പക്ഷേ എൻ്റെ കെട്ടിയവനക്കൊക്കെ അറിയാം. പക്ഷേ അവരൊക്കെ ചെറുപ്പത്തിലൊക്കെ വന്നപ്പോഴും ഇങ്ങനെ കുളിക്കലും ചാടലൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടോ. പക്ഷെ നമുക്കറിയത്തില്ലല്ലോ. അങ്ങനെ ഇതേ നല്ല ചാട്ടം. പിന്നെ എന്താണ്, നല്ല മുത്ത് വെള്ളം കാണാൻ എന്ത് ഭംഗിയാണെന്ന്, ഭയങ്കര വെള്ളമുണ്ട്. പിന്നെ ഇവിടെ ഈ ചാടിനകത്ത് ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. ചെക്കന്മാരായിരുന്നു. അപ്പോൾ അവരൊക്കെ വന്ന് കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം അവർ പിന്നെ അങ്ങോട്ട് പോയതാണ് കേട്ടോ. അങ്ങനെ ഇത് എല്ലാവരും കുറേ ചാടി മറിഞ്ഞ് തണുത്തിട്ട്, ചെറിയ കുഞ്ഞു മക്കളൊക്കെ അല്ലേ, ഇവരൊക്കെ തണുത്ത് വിറച്ചിട്ട് എന്നാലും വെള്ളത്തിൽ നിന്ന് അവർ കയറണില്ല കേട്ടോ. പിന്നെ ഞങ്ങളെല്ലാവരും ഉണ്ടായിട്ട്, രണ്ട് അനിയന്മാരും പിന്നെ ഞങ്ങളും ഫാമിലിയും പിന്നെ ഏട്ടൻ്റെ ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാം ഒരുമിച്ച് കേട്ടോ. പിന്നെ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടുമ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തിരക്കട പരിപാടി ഒപ്പിക്കും കേട്ടോ. പിന്നെ ഞങ്ങൾ ഒരുമിച്ച് വീട്ടിൽ കൂടുകയാണെങ്കിൽ അങ്ങനെ തന്നെയാണ്, ബിരിയാണിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അങ്ങനെ തിന്നും. പിന്നെ ഇപ്പോൾ എവിടേക്കെങ്കിലും പോവുകയാണെങ്കിലൊക്കെ ഒരുമിച്ചൊക്കെ പോവുകയാണെങ്കിലൊക്കെ അങ്ങനെ തന്നെ കേട്ടോ, എന്തെങ്കിലും തിരക്കട പരിപാടി ഞങ്ങളുടെ കയ്യിലുണ്ടാവും. അങ്ങനെ ഏതായാലും അതെ അവിടെ നിന്ന് അവരൊക്കെ ചാടി അതൊക്കെ കെട്ടി പൊറുക്കി പോരുകയാണ് കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഞാൻ പറയുന്നത് ഗൈസ്, ഇത് കണ്ടു നിങ്ങൾ, എല്ലാം നനച്ച് കെട്ടിക്കാണ്ട് എൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് തന്നു എന്നൊക്കെ പറയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളവിടെ മേലെ കുറച്ച് കയറി വരണം കേട്ടോ. അന്നേരം കുറച്ച് കുഴങ്ങിട്ടോ, ഫസ്റ്റ് ടൈം ആയതുകൊണ്ടാണ് തോന്നുന്നത്. ഭയങ്കര ദാഹവും ഭയങ്കര ക്ഷീണം കേട്ടോ. കാരണം അവർ ഇറക്കത്തിനുള്ളൊരു വഴിയാണ് കേട്ടോ. അത് ഭയങ്കര ഒരു ഡേഞ്ചർ. കാരണം നമുക്കൊന്നും അങ്ങനെ അങ്ങനത്തെ വഴിയിലൊന്നും പോകാത്തതുകൊണ്ടാണ് തോന്നുന്നത് കേട്ടോ. അങ്ങനെ പിന്നെ ഏതായാലും ഞങ്ങൾക്ക് പിന്നെ നമ്മളെ വലിയ മോങ്ങൻ്റെ ഓട്ടോറിക്ഷ ആയിരുന്നു, അതിൽ പോന്നു. രണ്ടുപേർക്കും കാറുണ്ടായിരുന്നു. അപ്പോൾ രണ്ടന്യന്മാർക്കും കാറുണ്ട്, അവർ അതിലും പോന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളിത് എല്ലാവർക്കും വിശന്നു കേട്ടോ. കാരണം കുടിയിരിക്കലിന് പോയി തിന്നതൊക്കെ വിശന്നു കേട്ടോ. ആ ടൈമിലുള്ള വീഡിയോസാണ് ഇട്ടത്. പിന്നെ ഇപ്പോൾ ഇടാൻ വൈകി പോയതാണ്. അങ്ങനെ പിന്നെ ഇത് അവിടെ നിന്ന് പോന്നു കേട്ടോ. പിന്നെ എല്ലാവർക്കും വിശന്നതുകൊണ്ട് എന്താക്കി, വഴിയോരത്തൊരു ചായക്കട കണ്ടു കേട്ടോ. അപ്പോൾ ചെറിയൊരു തട്ടുകടയാണ്. അപ്പോൾ അതിലേക്ക് കയറി കേട്ടോ. അപ്പോൾ ഇത് രണ്ട് അനിയന്മാർ പിന്നെ കുട്ടികളാണ്. ഒന്ന് ഞാൻ എടുത്തത് ചെറിയ അനിയൻ്റെ കുട്ടിയും, മോനെടുത്തത് ഞങ്ങൾ നേരെ താഴെ അനിയൻ്റെ കുട്ടിയാണ് കേട്ടോ. അങ്ങനെ പിന്നെ എല്ലാവരും കയറി. ഇതിലാണ് ഇരിക്കാനും സ്ഥലമില്ലായിരുന്നു കേട്ടോ. പിന്നെ ചെറിയൊരു തട്ടുകടയായിരുന്നു കേട്ടോ. ഞങ്ങളാണെങ്കിൽ ഒത്തിരി ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾ എന്താക്കി, നല്ല പിന്നെ ചൂടുള്ള ചായയും പിന്നെ പരിപ്പ് വടി പിന്നെ മറ്റേ ഉഴുന്നുവടി അതൊക്കെ ഓർഡർ ആക്കി കേട്ടോ. അതൊക്കെ തിന്ന് ഞങ്ങൾ, നല്ല രസമുണ്ട് കേട്ടോ. നല്ല ചൂടുള്ള കടിയൊക്കെ ആയതുകൊണ്ട് പിന്നെ പിന്നെ വേണം വെച്ചിട്ട് പിന്നെ ഞങ്ങൾ വേണ്ട വട്ടത്തിൽ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ഈ കടയിൽ. കാരണം ഞങ്ങളൊന്ന് എണീറ്റെങ്കിലാണ് വേറെല്ലോൽക്കൂടെ വന്നിട്ട് ഇരുന്ന് കഴിക്കാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ നന്നാരിൻ്റെ സർബത്താണ് തോന്നുന്നത് കേട്ടോ, അതും കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കാക്കൊക്കെ. പക്ഷെ എനിക്ക് ലേശം തന്നിട്ടോ, എനിക്കതങ്ങനെ വലിയ ഇഷ്ടമായില്ല കേട്ടോ. എനിക്കങ്ങനെ ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമായില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ എന്താക്കി, എല്ലാവരും ചായയൊക്കെ കുടിച്ച് അങ്ങനെ അവിടെ നിന്ന് പോന്നു കേട്ടോ. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഒരു സംഭവം ഉണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ നേരെ താഴെ അനിയൻ്റെ മോന് നാളേക്ക് സ്കൂളിൽ പോകാനുള്ള മടിയുണ്ട്, ഇന്ന് തന്നെ വയറുവേദന എന്ന് പറഞ്ഞിട്ട് കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ അതൊക്കെ കണ്ട് പിന്നെ ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് പോന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഇത് ചെറിയ അനിയൻ്റെ കുട്ടി ഞങ്ങൾ വണ്ടിയിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ പിന്നെ ഇരുടായിക്കണ് പിന്നെ എത്തിയത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വണ്ടിയിലായതുകൊണ്ട് ഓന് പിന്നെ ഞങ്ങൾ അവിടേക്ക് പോണ വഴിയിൽ നിർത്തിട്ടോ. അങ്ങനെ പിന്നെ മോനെ ഓരോ വണ്ടിയിലേക്കൊക്കെ ആക്കിയിട്ടാണ് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ
മൂത്ത താത്തയും ഞങ്ങളെ വണ്ടിയിൽ പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ താത്താൻ്റെ വീട്ടിൽ കൊണ്ടാക്കി കൊടുത്തു. അങ്ങനെ ഞങ്ങളെ വീടിൻ്റെ അവിടെ വന്ന് കുറച്ച് ഞങ്ങൾക്ക് നടക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ നടന്നിങ്ങനെ പോവാണ് വണ്ടിയൊക്കെ നിർത്തിയിട്ട്. അപ്പോൾ പ്രതീക്ഷിക്കാതെ പുഴയ്ക്കുള്ള വീഡിയോസാണ് കേട്ടോ. അപ്പോൾ എന്തായാലും പിന്നെ ഞാൻ പോയതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ടാൽ അത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.